ഫ്രീഡം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തലനാർ എസ്റ്റേറ്റിലാണ്. നമ്മളെ വാൾപ്പാറയിലേക്ക് പോകുന്ന വഴി സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും വലിയൊരു കുന്ന്, അതിൻ്റെ ചെരുവിലൂടെയുള്ള റോഡ്. അപ്പോൾ ആ ചുരം ഇങ്ങനെ കയറി ചെന്നാൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അങ്ങോട്ടുള്ള പോകുന്ന വഴിയും. അപ്പോൾ കൊമ്പൻസ് എത്തിയിട്ടുള്ളത് തലനാർ എസ്റ്റേറ്റിൻ്റെ കാഴ്ചകൾ കാണാനാണ്. ഇത് കണ്ടിട്ട് നമ്മൾ വാൾപ്പാറയിലേക്ക് പോകും. നമ്മൾ 4 സ്കൂട്ടറും 2 കാറുകളുമാണ്. എല്ലാവരും ഒന്നും പോന്നിട്ടില്ല കേട്ടെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറിയിട്ട് കുറേ മുകളിലേക്ക് പോകണം. അപ്പോൾ കൊമ്പൻസിൻ്റെ വണ്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ മുന്നിൽ ഇങ്ങനെ കയറി പോവുകയാണ്. ഇവിടെ ചില സമയത്ത് ആനയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ആനയും അതുപോലെ തന്നെ കാട്ടുപുറകളൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ മുമ്പ് പ്രാവശ്യം വന്നപ്പം ആന കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് വണ്ടി വരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കുറച്ചിങ്ങനെ സൈഡാക്കി കൊടുക്കണം. അപ്പോൾ ചെറിയ റോഡാണ്. അപ്പോൾ നമ്മളെ കൊമ്പൻസിൻ്റെ വണ്ടികളൊക്കെ പിന്നിലുണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ള കാഴ്ച. ഈ റോഡ് കണ്ടോ, ഈ റോഡിൻ്റെ കാഴ്ചനെ കാണാൻ വളരെ ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഒരു ലോറി അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ടോ. മരം കയറ്റിയിട്ടുള്ള ലോറിയാണ് കേട്ടോ. എൻ്റെ മുകളിൽ നിന്ന് എവിടുന്നോ മരം കയറ്റി വരികയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടുന്ന സൈഡായി കൊടുത്താണ്. ഇവിടെ ചെറിയ റോഡാണ്, വീതിയില്ലാത്ത റോഡാണ്. അവിടെ മറ്റുള്ള വണ്ടികൾ വരുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒതുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ആ ലോറി നമ്മളെ മറികടന്ന് പോയി. നമ്മൾ വീണ്ടും മുന്നിലേക്ക് ആ കാഴ്ചകളിലേക്ക് തന്നെ പോവുകയാണ്. ഈ കുന്ന് കണ്ടോ, ഇത് ഒരുപാട് ദൂരം നമ്മൾ കയറി പോകാനായിട്ടുണ്ട്. അത്രയും മുകളിലേക്ക് കയറി പോകണം. നല്ല ചെറിയ റോഡ്, മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ വെട്ടിയൊതുക്കി വെച്ചിട്ടുള്ള റോഡാണ്. അപ്പോൾ ആ കാഴ്ചകൾ കണ്ടിട്ട് നമ്മളുടെ ഓരോ വണ്ടികളും കയറി വരുന്നു. ഇതിങ്ങനെ 4 പുറം നോക്കുമ്പോൾ നമുക്ക് കാഴ്ചയാണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് കയറുമ്പോൾ ഒരുപാട് ദൂരക്കുള്ള മലഞ്ചെരുവിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് അവോക്കാഡോ മരമാണ് കേട്ടോ. നമ്മളെ ബട്ടർ ഉണ്ടാകുന്ന മരമാണ്. കായൊന്നും കാണുന്നില്ല. ഞാൻ വാൾപ്പാറയിൽ കണ്ടിട്ട് അങ്ങനെ വല്ലാതെ മരങ്ങൾ കണ്ടിട്ടില്ല. അവിടെ ഞാൻ പോയ വണ്ടികളൊക്കെ എന്തായാലും ഒരു സ്വർഗീയ അനുഭവം തരും. ഈ സമയത്ത് വരണം. വെയിലാകുമ്പോൾ നമുക്ക് ഇത്ര ഫീൽ കിട്ടൂല. ഇതിപ്പോ ഒരു കോടുള്ള സമയത്ത് ആവുകൊണ്ടാണ് ഈ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. ഭൂമിയിലുള്ള ഓരോ കാഴ്ചകളെ, ചില കാഴ്ചകൾ നമ്മൾ കണ്ടിട്ട് തന്നെ പോകണം കേട്ടോ. കാരണം ഇത്രയും ഭംഗിയുള്ള കാഴ്ച കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്ത് തന്നെ വരണം. വേറെ എവിടെയും കിട്ടാത്തൊരു ഫീലാണ് നമുക്കിവിടെ കിട്ടുക. മനോഹരമായിട്ടുള്ള തേയിലക്കുന്നുകൾ, ആ കുന്നിനിടയിലൂടെ ആ മലഞ്ചെരുവിലേക്ക് കയറി പോകുന്ന ഒരു മനോഹരമായിട്ടുള്ള റോഡ്. ദൂരെ കണ്ടോ, വാൾപ്പാറയിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് ആ കാണുന്നത്. ആ വാഹനങ്ങൾ പോകുന്നത് അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇപ്പോൾ 2-3 ബെൻഡുകൾ കയറിയിട്ട് ഇതാ കുറച്ചുകൂടി കൂടുതൽ കോടുള്ള സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടാവും. ഇവിടെ അധിക സമയത്ത് മഴ പെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. ചില സമയത്ത് നല്ല മഴ പെയ്യും. ഇപ്പം മഴയും കാര്യങ്ങളൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. ഓണടിച്ചൂടല്ലേ. നമ്മളെ കൊമ്പൻസിന്റെ വണ്ടികളാണ് കേട്ടോ ഓരോന്ന് ഓരോന്നേരം കയറി വരുന്നത്. നല്ല ഹെയർപിൻ ബെൻഡാണ്. അപ്പോൾ സൂക്ഷിച്ചിട്ടൊക്കെ വരണം. അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കോട പാറിപ്പോകുന്നൊരു മനോഹരമായിട്ടുള്ള കാഴ്ച ഉണ്ടാവും. മുകളിലേക്ക് എത്തുമ്പോഴും തോറും താഴത്തെ കാഴ്ച നമുക്ക് കുറഞ്ഞു വരികയാണ് കേട്ടോ. നിറയെ കോട മൂടി നിൽക്കുകയാണ്. എങ്കിലും നമുക്ക് അടുത്തുള്ള ചെരുവ് കണ്ടിട്ട് നല്ല കോടയാണ് കേട്ടോ. മേലേക്ക് എത്തിയപ്പോൾ ഈ കാണുന്നുണ്ടോ, കോട ഇങ്ങനെ നമ്മളെ തൊട്ട് തലോടി പോവാണ്. പാറിപ്പറന്നിങ്ങനെ വന്ന് നമ്മളെ മറികടന്ന് അപ്പുറത്തെ ചെരുവിലേക്ക് പോവാണ്. ഇത്രയും കാഴ്ച എന്തൊരു ഭംഗിയാണല്ലേ. ആ കറുത്ത റോഡിലൂടെ ഇങ്ങനെ പോയി, ഈ പച്ചക്കുന്നിൻ്റെ ഇടയിലുള്ള കറുത്ത റോഡ് അതിങ്ങനെ കണ്ടു പോകുമ്പോഴേ ഒന്നും പറയാനില്ല. നിങ്ങളിങ്ങനെ കണ്ടു നോക്കൂ. അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഇവിടെ ഇതിന് മുൻപ് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് ഈ റൂട്ട് അറിയില്ല. നമ്മളെ വാൾപ്പാറ പോണ വഴിയിൽ ഇങ്ങനെ തിരിഞ്ഞു പോവാണ്. സാധാരണ അക്കമാരിക്കല് മറ്റേത് നടക്കാന് എന്താ പൊളി വൈബ്. മഴ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. മഴയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് താഴ്ത്താൻ പറ്റില്ല. നമ്മൾ മുമ്പ് ഇവിടെ വന്നപ്പോഴൊക്കെ മഴയായിരുന്നു. അപ്പം മഴയില്ല, വെയിലും ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്ത് രസാന്നറിയോ. നോക്കിയേ എന്ത് സ്പീഡിലാ പോണേ. ഇവിടെ തേയില നുള്ളുന്ന ആൾക്കാരുണ്ട് കേട്ടോ. തേയില തൊഴിലാളികളുണ്ട്, തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ ഇവിടെ കൊളുന്ത് നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ ബസ്സിൽ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുന്നിലേക്കുള്ള കാഴ്ച ഉണ്ടോ, ഒന്നും പറയാനില്ല. പൊളി വൈബാണ് കേട്ടോ. തലനാർ എസ്റ്റേറ്റിൻ്റെ, നമ്മുടെ വാൾപ്പാറയിലുള്ള തലനാർ എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇഷ്ടപ്പെടുന്നവർക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. കാണുന്നുണ്ടല്ലോ അല്ലേ, കോട മൂടിയ വഴികളിലൂടെ ഞങ്ങളിങ്ങനെ പോവാണ്. കൊമ്പൻസ് പിന്നിലുണ്ട്, അതുപോലെ തന്നെ നമ്മളെ സലീമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി നമ്മൾ വാൾപ്പാറയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വാൾപ്പാറയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഇപ്പം നമ്മളിവിടെ സ്റ്റേ ആണ് ഇന്ന് രാത്രി. നാളെയാണ് തിരിച്ചു പോകുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വാൾപ്പാറയിലെ മുഴുവൻ കാഴ്ചകളും കണ്ടിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാനായിട്ട്. സുഖമായിട്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്ന റോഡാണ് കേട്ടോ. നല്ല അടിപൊളി റോഡാണ്, ഒരു കേടും കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഇപ്പൊ അടുത്ത് പുതുക്കി പണിത റോഡാണ്, അടിപൊളിയാണ്. നമ്മൾ എവിടെ പോകുമ്പോൾ ഈ ഒരു ഫീലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ മൂന്നാർ പോവുകയാണെങ്കിലും ഈ ഒരു ചെറുതായിട്ട് കോടങ്ങനെ പാറി പോകുന്നൊരു കാഴ്ചയാണെങ്കിൽ അത് പൊള്ളിയായിരിക്കും. നല്ല വെയിലാണ് നമുക്ക് കാണാൻ സുഖം ഉണ്ടാവില്ല. പക്ഷെ ഇത് കേട്ടോ, മുമ്പ് വന്നേ ആ കാണുന്ന റോട്ടിൽ നിന്ന് ആന വന്നായിരുന്നു. ഞങ്ങള് കൊറേ നേരം ഇവിടെ കാത്തു. മറ്റേ വ്യൂ പോയിന്റിലായിരുന്നു, ആ ടവറുള്ളോടത്തായിരുന്നു. അപ്പൊ അങ്ങോട്ട് താഴെ നിന്ന് ആ ചെക്ക് പോസ്റ്റിലുള്ള ഗാർഡ് വന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു, വരാൻ പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു ആന വന്നിട്ടുണ്ട്, അപ്പൊ വരിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ ഇടക്കിടക്ക് ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ കാണാറുണ്ട് അതിൽ ആന ഇറങ്ങിയിട്ടുള്ള റോഡിൽ ബ്ലോക്കായി നിൽക്കുന്നതൊക്കെ. എന്തായാലും ഇപ്പം ആനയും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല കോട മാത്രമാണുള്ളത് ഈ കാണുന്ന പോലെ കേട്ടോ. എന്ത് രസമാണ്, കോട ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കേട്ടോ. ഇങ്ങനെ കോട കൂടി വന്നിട്ട് പിന്നെ ലാസ്റ്റ് മഴയാവുകയാണ് സാധാരണ ഇവിടെ ഉണ്ടാവാറ്. നമ്മൾ മുമ്പ് വന്നപ്പോഴൊക്കെ ഇവിടുന്ന് മഴ കിട്ടിയിട്ടാണ് പോയിട്ടുള്ളത്. ഇന്നിപ്പോൾ എന്തായാലും ഇതുവരെ നമുക്ക് മഴയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, പഴയ മാരില്ല. ആദ്യം വന്നപ്പോഴൊന്നും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഹായ്, നല്ല ചെങ്കുത്തായ മലയാണ് കേട്ടോ. ആ മല കയറിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും കാണാൻ പറ്റാത്ത രൂപത്തിലായിട്ടോ. നമ്മളെ വ്യൂ പോയിന്റിൽ എത്തി. കാണുന്നതാണ് വ്യൂ പോയിന്റ്. നമ്മളെ മുന്നിൽ കാണുന്നുണ്ടോ ഒരു ടവർ ഉണ്ട് അവിടെ. അതിന്റെ മേളിൽ കയറ്റി വിടുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നല്ല കോടയാണ്. പോട്ടെ, മുന്നിലേക്ക് പോട്ടെ, നമുക്ക് അവിടെ കൊണ്ടുപോയിടാം. കോട ഇങ്ങനെ വരും പോവും. നമ്മൾക്ക് കുറച്ചേരം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വ്യൂ കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ താഴത്തുനിന്ന് കയറി പോന്നു. തലനാർ എസ്റ്റേറ്റിൻ്റെ വ്യൂ പോയിന്റിൽ എത്തിയിട്ട് ഈ ബാക്കിൽ കാണുന്ന ടവർ ഉണ്ടോ, ഈ ടവറിൻ്റെ മേളിൽ കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇപ്പം നിറച്ച് കോടയായി, താഴ്ന്ന് പോലെയല്ല. അപ്പോൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ക്ലിയർ ആകും. അപ്പോൾ നമുക്ക് നന്നായിട്ട് കാഴ്ചകൾ കാണാൻ പറ്റും. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ കൊമ്പൻസിൻ്റെ വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല കാഴ്ചകൾ കണ്ടിട്ട് ഇതാ എല്ലാവരും മേളിലേക്ക് കയറിയെത്തി. നല്ല ഭംഗിയാണ് കേട്ടോ, എല്ലാവരും വന്ന് കാണുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ തലനാർ എസ്റ്റേറ്റിന് മേളിലെത്തിട്ടോ. ഇവിടെ ഇറങ്ങുകയാണ്. കുറച്ച് നേരം ഒന്ന് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ടുള്ള ട്രിപ്പാണ് ഇന്ന്. കുറേ കാലമായിട്ട് ട്രിപ്പൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ട്രിപ്പുകൾ തുടങ്ങുകയാണ്. അപ്പോൾ നല്ല ഫീലുള്ളൊരു യാത്ര നമ്മൾ വാൾപ്പാറയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ തലനാർ എസ്റ്റേറ്റിൻ്റെ വ്യൂ പോയിന്റിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഇവിടുത്തെ ടവർ കേട്ടോ. ഇതിൻ്റെ മേളിൽ കയറിയാൽ നല്ല കാഴ്ച കാണാൻ പറ്റും. പക്ഷെ നമുക്ക് കയറാൻ പറ്റില്ല, കോണിപ്പടികളാണ്. അപ്പോൾ നമുക്കിവിടെ താഴെ ഇരുന്നിട്ടുള്ള ഈ കാണുന്ന കാഴ്ചകൾ കാണാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു 360 വ്യൂ കേട്ടോ. മനോഹരമായിട്ടിങ്ങനെ തേയിലക്കാടുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫോറസ്റ്റും ഉണ്ട്. തലനാർ എസ്റ്റേറ്റിൻ്റെ 4 പുറമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ യാത്രയായിരുന്നു തലനാറിലേക്ക്. എന്താണെന്ന് വെച്ചാൽ വണ്ടിന് വലിയണില്ലായിരുന്നു. ഞങ്ങൾ വേറെ കാരണമുള്ള ഒരാൾ കയറിയ കാരണം നമ്മളെ വണ്ടി വലിയണില്ല, എല്ലാവരും ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ചെറിയ റോഡല്ലേ, പക്ഷെ വളരെ വളരെ മനോഹരമായ ഓരോ തിരിവും ഞങ്ങൾ ആസ്വദിച്ച് തിരിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബിലാൽ കുറച്ച് ഇറങ്ങി നടന്നു. ബിലാൽ ഞങ്ങളെ ക്യാമറാമാനായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ കൊമ്പൻസ് തലനാർ എസ്റ്റേറ്റിന്റെ ടോപ്പിലെത്തിയിരിക്കുന്നു. ഗ്യാസ് അങ്ങോട്ട് നോക്കൂ. ഓക്കെ,
അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ടേ കുറച്ച് മുന്നിലേക്ക് പോവാണ്. കാരണം അവിടെ കുറേ വണ്ടികൾ നിൽക്കണം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ ഒരു സുഖമല്ല. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. കണ്ടോ, ഈ തേയിലത്തോട്ടത്തിൻ്റെ അടിപൊളി റോട്ടിലൂടെ ഇങ്ങനെ വീൽ ചെയർ തള്ളിപ്പോകാൻ നല്ല രസമാണ്. ഇവിടെ ആനപ്പിണ്ടം ഉണ്ട് കേട്ടോ. ആന വരുന്ന സ്ഥലമാണ്, എപ്പോഴും ആന ഉണ്ടാവുന്ന സ്ഥലമാണ്. കണ്ടോ, 4 പുറം നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കണ്ടോ, അപ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല ലൊക്കേഷൻ്റെ അടി പോവാണ്. അപ്പോൾ നമ്മളെ വണ്ടികളൊക്കെ പാടൊന്ന് ഒരുമിച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ലൊക്കേഷനാണ് കേട്ടോ. ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. വെയിലാണെങ്കിൽ നല്ല ചൂടായിരിക്കും. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. മേലെ കണ്ടോ, കോടങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടെ വന്ന ആൾക്കാരൊക്കെ സലീമും വൈഫും വീൽ ചെയർ തള്ളിയിട്ട് ഇങ്ങനെ മേലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ സെറ്റായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ ഈ ലൊക്കേഷനിൽ ഇരുന്നിട്ട് തേയിലത്തോട്ടം ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇതാ കൊമ്പൻസ് തലനാർ എസ്റ്റേറ്റിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ പകർത്തിക്കൊണ്ട് ഇവിടെ ഫോട്ടോക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി വൈബാണ് അല്ലേ, എന്താ കാഴ്ച. അപ്പോൾ കൊമ്പൻസ് എത്തിയിട്ടുള്ള തലനാർ എസ്റ്റേറ്റിലാണ് കേട്ടോ. കാണുന്നുണ്ടല്ലോ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നല്ല തണുത്ത കാറ്റ് കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ബാക്കിലൊക്കെ ഫുള്ളായിട്ട് കോടയാണ്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൽ ഇരുന്നിട്ട് അറഞ്ചം കുറച്ച് ഫോട്ടോസ് അടിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ നമ്മൾ കൊമ്പൻസ് തലനാർ എസ്റ്റേറ്റിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇവിടെ കുറേ സമയം ഇരിക്കുകയാണ്. ലൊക്കേഷൻ തിരഞ്ഞു പോവാണ്. ലൊക്കേഷൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. സുഖമായിട്ട് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോവാം നമുക്ക്. എവിടെ കുറേ മേളിക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കിയാലേ ഇവിടെ നിന്നൊക്കെ നല്ല കാഴ്ചകൾ കാണട്ടോ. എന്ത് ഭംഗിയാണെന്ന് പറയും ഈ സമയത്ത് ഇങ്ങനെ അത് കാണാനായിട്ട്. അപ്പം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. താഴെ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് താഴെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറി വരാൻ. അപ്പം അതിൻ്റെ മുകളിൽ കുറേ ആൾക്കാരായി ഉണ്ടോ. നമ്മളെ ടവറിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ആൾക്കാരായി, കുറേ വാഹനങ്ങളായി. പിന്നെ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ആ ടവറിൻ്റെ മുകളിൽ കയറി കാണാൻ പറ്റും. കണ്ടോ, ഇതേപോലെ കുറേ ഏരിയ കാണാൻ പറ്റും. കുറേ ദൂരത്തേക്കൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം കോടയാണ്. പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാ അറിഞ്ഞം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അടിപൊളി ലൊക്കേഷനിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഈ തിരിച്ചു പോകാനുണ്ട്. ഇനി ഇത് കുറച്ച് ദൂരം അങ്ങനെ പോകുന്നുണ്ട്, കുറേ ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. കുറച്ചൊക്കെ നമുക്ക് പോയി നോക്കിയിട്ട് തിരിച്ചും ഇങ്ങോട്ട് പോവാം. തിരിച്ചു പോകുമ്പോഴുള്ള വൈബ് പറഞ്ഞാൽ ഇപ്പം ഇങ്ങോട്ട് കയറി പോകുന്നല്ലോ, അതിലേറെ രസമുള്ള വൈബാണ് കേട്ടോ. അപ്പോൾ തലനാർ എസ്റ്റേറ്റ് കാണാൻ വേണ്ടിയിട്ട് വാൾപ്പാറയിലേക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടൊന്ന് കാണണം. അടിപൊളി റൂട്ടാണ്. കുറച്ച് കൂടുതൽ ദൂരം കയറി പോന്നാലും നല്ല അടിപൊളി വൈബാണ്. കോടുള്ള സമയത്ത് വന്നാൽ വെയിലൊന്നും കൊള്ളാതെ കുറേ നേരം കാറ്റ് കൊണ്ട് തുടങ്ങിയിരിക്കാം. അപ്പോൾ ഞങ്ങളിതാ നല്ല കാഴ്ചകൾ കൊണ്ട് തിരിച്ചു പോവാണ്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടുണ്ടോ കോടമഞ്ഞൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ വരാൻ പറ്റും. വീൽ ചെയർ ഉരുട്ടി താഴേക്ക് പോകാൻ പറ്റും കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ള റോഡാണ്. കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത റോഡാകൊണ്ട് വീൽ ചെയർ സുഖമായിട്ട് പോകാൻ പറ്റും. കണ്ടോ, ആരും ഹെൽപ്പില്ലാതെ തന്നെ താഴേക്ക് മേളിലേക്ക് കുറച്ച് കയറ്റാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴേക്ക് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നിട്ട് കുറേ ഫോട്ടോ എടുത്തു. ഇനി അടുത്ത ലൊക്കേഷൻ തിരഞ്ഞു പോകാൻ കേട്ടോ. എവിടെ പോയാലും ലൊക്കേഷൻ ഓക്കെയാണ്. എന്നാലും പല ലൊക്കേഷനിൽ പല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി തലനാറിൻ്റെ മനോഹരമായിട്ട് റോട്ടിലൂടെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കണം. ബാക്കിൽ കേട്ടോ ഫുള്ള് കോട മൂടി. അവിടെ നിന്ന് ഇങ്ങനെ കോട ഒഴുകിക്കൊണ്ട് വരികയാണ്. ഇന്നാളത്തെ പോലെ ആന ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു വന്നാ കഴിഞ്ഞു വന്നു. ആ ഗാഡ് അന്ന് ഞങ്ങള് അന്ന് അബുവാക്കിയൊക്കെ ഉണ്ട്. ആ കിളിപ്പച്ചേല സാധിക്ക കിളിപ്പച്ചേല എവിടെടാ? നല്ല രസമാണ് കേട്ടോ റോട്ടിലൂടെ ഇങ്ങനെ പോവാൻ. താഴെ നമ്മൾ കയറി വരുന്ന റോഡ് ഇങ്ങനെ കാണാം കണ്ടോ. ഇങ്ങോട്ട് വന്നാൽ അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ആ കാണുന്ന വണ്ടി പോകുന്ന റോഡ് ഉണ്ടോ, അവിടെ നിന്നാണ് നമ്മളത് കയറി വന്നത്. ആ കാണുന്നത് അത്രയും ദൂരം വരണം. മതി ഇനി പോണ്ട മതി. ആനെങ്ങാനും ഇറങ്ങിയെന്നാൽ കൊടുങ്ങും. ഇവിടെ ആന വരുന്ന സ്ഥലമുണ്ടോ, അപ്പുറത്ത് ഫോറസ്റ്റാണ്. ഈ കാണുന്നതാണ് തേയിലത്തോട്ടം. പിന്നെ ഇങ്ങനെ താഴേക്ക് പോവാണ് തേയിലത്തോട്ടം കണ്ടോ. അതിനകത്ത് നമ്മൾ വന്ന് ആ വണ്ടി വരുന്നതാണ് നമ്മൾ കയറി വന്ന റോഡ്. അതിങ്ങനെ താഴേന്ന് കയറി വരികയാണ്. 4 പുറം മലയാണ്. എങ്ങോട്ട് നോക്കിയാലും നമുക്ക് പുറലോകം കാണാൻ പറ്റില്ല, അത്രയും മലനിരകളാണ്.
ഈ വളവ് പറയാ അടുത്തൊരു വളവും കൂടെ. കറുത്ത റോട്ടിലൂടെ വീൽ ചെയർ ഉരുട്ടി പച്ചത്തേയിലത്തോട്ടം കണ്ട് പച്ചത്തേയിലത്തോട്ടത്തിന് നടുവിലൂടെ കറുത്ത റോട്ടിലൂടെ വീൽ ചെയർ ഉരുട്ടി ഇങ്ങനെ പോവാണ്. എന്ത് രസമാണെന്നല്ലോ റോട്ടിലൂടെ ഇങ്ങനെ വീൽ ചെയർ ഉരുട്ടി പോവാനായിട്ട്. അടിപൊളിയാണ്. സുഖമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമ്മളെ കൂടെയുള്ള ആൾക്കാരെ കുറേ മുന്നിലേക്ക് പോയിട്ടുണ്ട്. ഓരെ തെരഞ്ഞിട്ട് പോവാണ്. അതാ അത് നല്ലത്. അല്ല ഇവിടുന്ന് ഇറക്കല്ലേ വണ്ടി. അപ്പൊ ഞങ്ങളിതാ ആരും ഇല്ലാത്ത സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ വിജനമായ സ്ഥലത്ത് വന്നിട്ട് ഒച്ചമ്പിള്ളിണ്ടായി കുത്തിരിക്കാണ് കേട്ടോ. വിജനമായ സ്ഥലം വിജനമല്ലാതാക്കി കേട്ടോ. കുറേ ദൂരം വീൽ ചെയറിൽ തള്ളി പോന്നു. ഇവിടെ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ കണ്ടോ. 4 പുറം തേയിലത്തോട്ടങ്ങളാണ്. ആനയൊന്നും വരാതിരുന്നാൽ രക്ഷപ്പെട്ടു കണ്ടോ. ഇനിയും റോഡ് കുറേ ദൂരം പോകണ്ട കേട്ടോ കണ്ടോ. ഇത്രയും ദൂരം അങ്ങോട്ട് പോവാണ്. ഇവിടെ ഇനി കുറേ പോയാൽ എന്തോ ഒരു ഊരുണ്ട് എന്ന് പറഞ്ഞു. ആ ഊരിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. അപ്പൊ ഞങ്ങളിതാ ഒഴിഞ്ഞിങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എവിടക്ക പോയത്? ആന കണ്ടോ? എന്തുണ്ടായി? കോട്ടും പോയി, സീറ്റും പോയി. ഇതിന്റെ കോട്ടില് ഫോൺ ഉണ്ടായിരുന്നു. കൊറേ കേറി വന്നതിന്റെ ശേഷം നോക്കുമ്പോ കാണാൻ രണ്ടു അതേ സ്പോട്ടിൽ അങ്ങോട്ട് പോയപ്പോ കോട്ടും സെന്ററിൽ കിടക്കണ്. അതാ നേരെ ഭാഗ്യത്തിനൊരു വണ്ടി വന്നില്ല, അല്ലെങ്കിൽ വണ്ടി കയറിയാലും മതി. ആകെ ചമ്മന്തി ആയിട്ട് കിടക്കുന്നു. അപ്പൊ ഞങ്ങള് അപ്പൊ തലനാറിന്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടല്ലോ അല്ലേ. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഭംഗിയുള്ള കാഴ്ച കഴിഞ്ഞ് തിരിച്ച് താഴേക്ക് പോവാണ്. താഴേക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ റോട്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ മാരക വൈബാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും വന്ന് കാണേണ്ട ഒരു ഏരിയ ആണ് തലനാർ എസ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് പലപ്പോഴും വാൾപ്പാറയിൽ നമ്മൾ വന്ന് പോവാറുണ്ടാവും, പക്ഷെ ഇങ്ങനെ ഒരു ഏരിയയെ കുറിച്ച് നമുക്ക് അറിയണ്ടാവില്ല. വാൾപ്പാറക്ക് എത്തുന്നതിന് മുമ്പ് സൈഡിലേക്ക് ഒരു റോഡ് കാണും. ആ റോഡിലൂടെ ഇറങ്ങി വന്നാൽ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് എടുത്ത് കയറി പോന്നാൽ ഒരു 3-4 കിലോമീറ്റർ കയറി പോരണം. എന്നാലും നമുക്ക് മാരകമായിട്ടുള്ള ഒരു ഭംഗി ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് താമസിക്കുന്ന റൂമിലേക്ക് ഇനി ലക്ഷ്യമാക്കിയിട്ട് ലൊക്കേഷൻ ഇട്ട് പോവാണ് കേട്ടോ. ഷോളയാറിലാണ് നമ്മൾ റൂം. നമുക്ക് ചെറിയൊരു റൂമാണ്. അപ്പോൾ ആ റൂമിലേക്ക് പോവാണ്. വേണോ? മാരക വൈബാണ്. തമ്പ് പോണ വഴിക്കുണ്ട്. ഈ കാണുന്ന മാരകമായിട്ടുള്ള വൈബ് കണ്ടോ, എന്താ ഭംഗിയാണ്. അപ്പോൾ ഇവിടെ നിറച്ച ആളായിട്ടോ. വ്യൂ പോയിന്റിലൊക്കെ ഫുൾ ആളായി, വണ്ടികളൊക്കെ വന്ന് അറിഞ്ഞു. അടിപൊളി കാഴ്ച കാണാനായിട്ട് എല്ലാവരും വരികയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഈ കാഴ്ചയെ കണ്ടിട്ട് പോവാം. ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ പറയുക, ചെറിയ റോഡാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. അവിടുന്ന് ഇങ്ങോട്ട് വണ്ടികൾ വരുമ്പോൾ നമ്മൾ ഒതുക്കി കൊടുക്കണം. അല്ലെങ്കിൽ വീതിയില്ലാത്ത റോഡാകൊണ്ട് തന്നെ ഉരസാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അപ്പുറത്ത് നല്ല ചെങ്കുത്തായിട്ടുള്ള മലയാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന വണ്ടികൾക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണത് നന്നായിട്ട് ഒതുക്കി കൊടുക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് പോകണം. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേ ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കോടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വെയിലാണ്. ഇപ്പം വെയിലാകുമ്പോൾ നമുക്കൊരു സുഖമല്ലേ കാണാൻ. കണ്ടോ? അങ്ങനല്ല, അതാ ഇങ്ങനെ വരുമ്പോ കിട്ടുമ്പോ വ്യൂ കിട്ടുമ്പോ ഉള്ളതിൽ വേണേ. കാർ വരുന്നുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, വെയിലായ പിന്നെ കാണാനൊരു ഭംഗിയില്ല. അതാണ് അതിന്റെ പ്രശ്നം. ചെറിയൊരു കോട വേണം, എന്നാലാണ് നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും വെയിലാണ്. അപ്പൊ നമുക്ക് ശരിക്കും അതിന്റെ ആ ഭംഗിയിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല, നല്ല പച്ചപ്പാണ്. നമ്മളിതാ മേളിൽ നിന്ന് ഇത്രയും ദൂരം ഇറങ്ങി വന്നു. നമ്മൾ മറ്റുള്ള വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒന്നും പറയാനില്ല, നല്ല മാരക കാഴ്ചയാണ് ഇവിടെ വന്നാൽ.
ആ കാണുന്നതാണ് ഇപ്പൊ നമ്മൾ വന്ന സ്ഥലം കണ്ടോ. ഇതിന്റെ മേൾക്ക് വരുമ്പോ തേയിലല്ലാതെ വേറൊന്നും കാണാനില്ല കേട്ടോ. ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. കാരണം ഇത് ഫുള്ളായിട്ട് ഒറ്റ എസ്റ്റേറ്റ് ആണ്. ഇതിന്റെ മേളിൽ ശരിക്കും സ്റ്റേ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ഒരു ജംഗിൾ റിസോർട്ട് ഉണ്ട്, അത് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നത്. എന്തായാലും നല്ല ഭംഗിയുള്ള അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങളിതാ തിരിച്ച് ഇറങ്ങി ഇനി നമ്മൾ വാൾപ്പാറ ലക്ഷ്യമാക്കി പോവുകയാണ്. ഷോളയാർ അടുത്താണ് നമ്മളെ റൂമുള്ളത്. പിന്നെ നാളെ രാവിലെ നമ്മൾ വാൾപ്പാറ ടൗണിലൊക്കെ പോയിട്ട് നമ്മളെ സിരികുന്ദ്ര എസ്റ്റേറ്റിലൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ഒരാളെ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഇതിങ്ങനെ കുറേ വ്യൂ പോയിന്റുകൾ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നിർത്തിയിട്ട് നമുക്ക് കാണാം. ചെറിയ റോഡാണെങ്കിൽ ഒതുക്കി നിർത്താനൊക്കെ സ്ഥലമുണ്ട്. അപ്പം നമുക്ക് അവിടെയൊക്കെ നിർത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പതിയെ പോകാൻ പറ്റും. നമ്മളെ അണ്ണൻ ഇതാ അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ച് വരുന്നുണ്ടോ. ഇതിനൊന്ന് കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോയി വെച്ച ബോൺസായി ആയില്ലേ. അണ്ണന്റെ ബുള്ളറ്റ് ഓടിച്ചിട്ടാണ് അണ്ണൻ വരുന്നത് കേട്ടോ. ബുള്ളറ്റോ സ്പ്ലെൻഡർ വണ്ടി ആ വൈബ് റോട്ടിൽ കൂടെ ഇങ്ങനെ വരാൻ കാണുന്നത് രസമല്ലേ. നമ്മളിതാ തിരിച്ച് എത്തിട്ടോ. ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. നമ്മളെ മുന്നിൽ നമുക്ക് വാൾപ്പാറ പോണ റോഡ് കാണാം. നല്ല ഹെയർ പിൻ ബെൻഡാണ് കേട്ടോ. അപ്പോൾ ഇതാ കാണുന്നതാണ് നമ്മളെ മെയിൻ റോഡ്. അപ്പോൾ അങ്ങോട്ട് എത്താനായി നമ്മൾ. എന്ത് ഭംഗിയാ കാണാനല്ലേ താഴേക്ക്. ചില സ്ഥലത്ത് വെയിലാണ്, ചില സ്ഥലത്ത് നിഴലാണ്, ചില സ്ഥലത്ത് കോടയാണ്. പല ഫീലിലുള്ള കാഴ്ച നമുക്ക് കാണാം കേട്ടോ. അവിടെ നിർത്തിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, അവിടെ നിർത്തിയിട്ടൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്യാം നമുക്ക്. ഇത്രയും ദൂരം ആ കാണുന്നത് വാൾപ്പാറയുടെ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഫുള്ള് മഴക്കാറാണ്. ആ മഴക്കാറ് ഇങ്ങോട്ട് എത്തുമ്പോൾ കോടയായിട്ട് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അതിൻ്റെ ആ തല്ലൊക്കെ കാണുന്ന റോഡ് കൂടെ നമുക്ക് പോകേണ്ടത്. അതാണ് വാൾപ്പാറ പോണ റോഡ്. ഇവിടെ താഴെ കാണുന്നതൊക്കെ ലയങ്ങളാണ്. നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം ആ കാണുന്നതാണ്. അവിടുന്നാണ് നമ്മൾ ഇറങ്ങിയത്. അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റിലേക്കാണ് ഈ റോഡ് ഇറങ്ങിയത്. കറക്റ്റ് റോഡ് ബോർഡുണ്ട്, വലിയൊരു ബോർഡുണ്ട് അവിടെ, തലനാർ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ് കണ്ടോ. ഇവിടെ ഇങ്ങനെ വെറുതെ വന്ന് കുറേ സമയം ഇങ്ങനെ ഇരിക്കണം. എത്ര സമയം ഇരുന്നാലും നമുക്ക് മതി വരില്ല. അപ്പോൾ തലനാർ എസ്റ്റേറ്റിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അവസാനിച്ചു. ഇനി നമ്മൾ വാൾപ്പാറ ലക്ഷ്യമാക്കിയിട്ടാണ് പോകണം കേട്ടോ. അടിപൊളിയായിട്ടുള്ള കാഴ്ചയായിരുന്നു. എന്താ മക്കളെ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് കാണുന്നവരൊക്കെ അവിടെ ഒന്ന് കാണണം കേട്ടോ. നമുക്ക് വളരെ സുഖമായിട്ടൊരു വണ്ടി ഓടിച്ച് പോരാം. നല്ല റോഡാണ്, കുണ്ടും കുഴിയൊന്നുമില്ല, ഒരു ചെറിയ കുഴിയും കൂടി ഇല്ല. അത്രയും നല്ല റോഡാണ് ഈ മലമുകളിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വരി വരിയായിട്ട് കൊമ്പൻസിന്റെ വണ്ടികള് തലനാർ എസ്റ്റേറ്റിന് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നുണ്ട്. മരവണ്ടി വന്നപ്പോ ഉണ്ടായിരുന്ന സ്ഥലല്ലേ. അപ്പൊ നമ്മളിതാ ലാസ്റ്റ് നമ്മൾ കയറിയ ചെക്ക് പോസ്റ്റ് തന്നെ തിരിച്ചെത്തി. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ചു. നല്ല വൈബുള്ള കാലാവസ്ഥ കിട്ടി. വെയിൽ നമുക്ക് വളരെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. വളരെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കിട്ടി. ആ കാണുന്നതാണ് നമ്മളെ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. ആ കാണുന്ന ചെക്ക് പോസ്റ്റിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അവിടെ തന്നെ നമ്മളെ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്.
ഇനി ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കേണ്ടത്. ഇവിടെ കണ്ടോ മനോഹരമായിട്ടുള്ള കാഴ്ച. ഈ ഫോട്ടോകൾ കുറേ ഗൂഗിളിലോ കണ്ടിട്ടുണ്ടാവും. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ലയങ്ങൾ. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോവുകയാണ്. വലിയൊരു ട്രാക്ടർ വരുന്നുണ്ട്. തേയില കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ. മേളിൽ ഫുള്ളായിട്ട് കൊളുന്നുള്ളതാണ്. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പോൾ ചെക്ക് പോസ്റ്റ് കിടന്നു. ഇനി നമ്മൾ മെയിൻ റോഡിലേക്ക് പോവാം കേട്ടോ. ഈ മനോഹരമായിട്ട് കാഴ്ച ഉണ്ടോ. ഇത് ദൂരെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ അടിപൊളി വൈബാണ് കേട്ടോ ഈ കാണുന്നത്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഇവിടെ കുറേ പൊളിഞ്ഞു പോയതുണ്ട്. അപ്പോൾ കൊമ്പൻസിൻ്റെ തലനാർ എസ്റ്റേറ്റിലേക്ക് യാത്രയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇഷ്ടപ്പെടാതിരിക്കാനായിട്ടൊരു കാര്യമില്ല. ഈ ക്യാമറയിൽ നമ്മൾ കാണിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ കാണുന്നോണ്ട് കാണാൻ അടിപൊളി വൈബാണ്, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.